അല്ലെ അവർ കംഫർട്ടബിൾ ആയിരിക്കും എന്റെ വ്ളോഗില്. അവരെന്റെ വ്ളോഗിൽ കംഫർട്ടബിൾ ആണോ അല്ലേ നമുക്ക് നോക്കാം. നാളെ ശ്രീജുവിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ചേച്ചിയുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രീജുൻ ഡ്രൈവ് ചെയ്യണം. അത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കനിയാണാ? ഓ. അപ്പൊ മറ്റേത് പെണ്ണ്. നമ്മൾ സേഫ്റ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്തിട്ടാണ് വണ്ടി ഓടിക്കണം. അതിൽ നമ്മള് സ്ലോ റൈഡ് സേഫ് റൈഡ് എന്നാണ്. അതാണ് നമ്മൾ ആപ്ത വാക്യം. ഗായ്സ് ഇപ്പൊ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പഴായിട്ട്. ഗായ്സ് ഇപ്പൊ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ അടുത്ത് അവര് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ തിരുവനന്തപുരം ബസ് നിർത്തുന്നിടത്ത് നിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേ അവരെ പിക്ക് ചെയ്യാം ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ അവരെ അന്വേഷിച്ചുകൊണ്ട് നെയ്റ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ കൂടെ നടക്കുകയാണ്. അവസാനം അവരെയും കണ്ടുപിടിച്ച് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രാമേന്ദ്രയിലൊന്ന് കയറി. കൊള്ളാം. അങ്ങനെ അവിടെ നിറങ്ങിയിട്ട് അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ചർച്ച് നാളെ കാലം റിസപ്ഷൻ നടക്കാൻ പോകും. അനിയന്റെ തമിഴ് എങ്ങനെ? തമിഴ് എപ്പടി? ഗായ്സ് ഇതാണ് ശ്രീജുന്റെ ചേച്ചി. അങ്ങനെ ഫൈനലി എല്ലാവരും സെറ്റായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയാണ് മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചേച്ചി ഫ്രണ്ട്സും കൂടെ നാളെ റിങ്സ് ഒക്കെ വയ്ക്കാനുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളിവിടെ നാളെ പ്ലേ ആണുള്ള പാട്ടൊക്കെ റെഡിയാക്കിയാണ് ഗൈസ്. അങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട്സിനെ കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി നാളെ വരാം ഗൈസ്.